ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, +1 കുട്ടികൾക്കുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. +1 കുട്ടികളുടെ ആ റിസൾട്ട് ഡേറ്റ് എന്നത്തേക്കായിരിക്കും, അത് പ്രഖ്യാപിച്ചോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മക്കളെ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. കാരണം നിങ്ങൾ അനാവശ്യമായി ഇഷ്ടംപോലെ സ്ഥലത്ത് നിന്ന് പെടുന്നുണ്ട്. ഈ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ നമ്മളൊരു ജസ്റ്റ് +1 റിസൾട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പേജുകളാണ് ഇങ്ങനെ അനാവശ്യമായി ഇങ്ങനെ ഓരോരോ റിസൾട്ട് ഡേറ്റ് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കറക്റ്റായിട്ടുള്ള വിവരം നൽകുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ +1ൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ചെറിയൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി എന്നത്തേക്കായിരിക്കും നമ്മുടെ +1ൻ്റെ റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കാരണം ഈ മാസം വരുമോ, അടുത്ത ആഴ്ച വരുമോ, നെക്സ്റ്റ് ഡേ വരുമോ എന്നുള്ള ആ ഒരു ടെൻഷനിലാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് മക്കളെ. സോ നമുക്ക് ജസ്റ്റ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ കാര്യം ഒന്ന് കേൾക്കാം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് കേട്ട് കാണും അല്ലേ. ഞാനത് പ്രൂഫ് നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ പറയല്ലേ, ചുമ്മാ ഒരു ഡേറ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രൂഫ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം +2ൻ്റെ റിസൾട്ട് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ കൂടെ തന്നെ +1ൻ്റെ റിസൾട്ട് ഡേറ്റിൻ്റെ കാര്യം പറയുകയുണ്ടായി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ജൂൺ മാസമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അല്ലാതെ മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് നെക്സ്റ്റ് വീക്ക്, മെയ് 20, 25 എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഡേറ്റുകൾ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത് മക്കൾ ജൂൺ മാസമായിരിക്കും. അത് എന്നുള്ളത് ഇതുവരെ ആയിട്ടില്ല. കാരണം അതിൻ്റെ വാലുവേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഇനിയിപ്പം ടാബുലേഷൻ്റെ വർക്കിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഓക്കെ, +1ൻ്റെ റിസൾട്ട്, +1 ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇനി +2ൻ്റെ എല്ലാം കഴിഞ്ഞ് ടാബുലേഷൻ വർക്ക് ഏകദേശം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും +1ൻ്റെ വാലുവേഷൻ, അതിൻ്റെ ടാബുലേഷനൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഉടനെ തന്നെ ജൂൺ മാസം തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് ഡേറ്റ് വരുന്നതെന്ന് ഞാൻ ആദ്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. അനാവശ്യമായിട്ട് നിങ്ങൾ വേറെ എവിടെയും ചെന്ന് പെടരുത്. കറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യുക മക്കളെ. കറക്റ്റ് കാര്യം ഞാൻ അറിയിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം മക്കളെ, നമ്മുടെ +2 ക്ലാസ്, +2 മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ഒരു വീക്കിൽ തന്നെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ, താഴെ ഒരു സ്ക്രോൾ പോകുന്നുണ്ട്, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് +2 ക്ലാസ്സിലേക്കാണ് വേണ്ടതെങ്കിൽ +2 മാത്സ് എന്നും, ഇനി +1 കുട്ടികൾക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന +1 കുട്ടികൾക്കാണ് വേണ്ടതെങ്കിൽ +1 മാത്സ് എന്നും എനിക്കൊരു മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനും അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഫീഡ്ബാക്ക് കമൻറ്റ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ക്ലാസ് കണ്ടാൽ മനസ്സിലാവുക എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ അറിയുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ കയറിപ്പോര്. നമുക്ക് മാത്സ് തകർത്ത് +2 അടിച്ച് പൊളിച്ച് പഠിക്കാവുന്നതാണ് കേട്ടോ. +1 പോലെയല്ല, +2ൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ മക്കളെ ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ തുടക്കം തന്നെ ജോയിൻ ചെയ്യുക, അവസാനത്തേക്ക് മാറ്റി വയ്ക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. അതോടൊപ്പം പുതിയ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം മക്കളെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.